ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ വെളിച്ചത്തിന്റെ നേരിയ കണികയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അയാൾ ചിന്തിച്ചു പോയി. താൻ എവിടെയാണെന്നോ ആരുടെ പിടിയിലാണെന്നോ ആരാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നെന്നോ ഒന്നും തന്നെ രാഘവേന്ദ്രയ്ക്ക് മനസ്സിലായിരുന്നില്ല. ഒരേ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നും അറിയില്ല. കണ്ണു തുറക്കുമ്പോൾ കൈകൾ പുറകിൽ ബന്ധിച്ച നിലയിൽ ഒരു കസേരയിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു എന്നുള്ളത് തന്റെ ഏകദേശ ധാരണ മാത്രമാണ്. ആദ്യമൊക്കെ ഭീഷണി മുഴക്കി അയാൾ ഉറക്കി അലറി നോക്കി. ആദ്യ ദിവസം കഴിയുമ്പോഴാണ് താനല്ലാതെ ഈ അലർച്ച കേൾക്കാൻ മറ്റാരും ഇവിടെ ഇല്ല എന്ന ബോധം അയാൾക്കുണ്ടായത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനുള്ള നിലവിളിയായിരുന്നു. അപ്പോഴും ആരും എത്തിയില്ല. ഇപ്പോൾ നിലവിളിക്കാൻ പോയിട്ട് ഒന്നും ശ്വാസം എടുക്കാൻ കൂടി ആവതില്ല. വിശപ്പും ദാവും ഭയവും മത്സരിച്ച് തന്നെ കാർ നിന്ന പോലെ അയാൾക്ക് തോന്നി. തന്റെ ചുവട് പിഴച്ച് എവിടെ നിന്നാണെന്ന് ഓർത്തുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടെ ഷട്ടർ ഉയർത്തുന്ന ഒച്ച അയാൾ കേൾക്കുന്നത്. ഒപ്പം അകത്തേക്ക് അടിച്ചു കയറിയ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾക്ക് ഒരു തരം പുകച്ചിൽ അനുഭവപ്പെട്ടു. മുറുക്കി കണ്ണുകൾ പാതി തുറന്ന അവസ്ഥയിൽ ആ വെളിച്ചത്തിലേക്ക് നോക്കിയതും മുന്നിൽ തെളിഞ്ഞത് ഒരു ഇരുണ്ട രൂപം മാത്രമാണ്. വെളിച്ചം ആ ഒരുവന്റെ പുറകിലായതുകൊണ്ട് മുഖം വ്യക്തമല്ല. പാന്റിന്റെ ഇരുപോക്കിലും കൈ കടത്തി കറുത്ത ഷർട്ടും പാന്റും ധരിച്ചുകൊണ്ട് ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് അയാൾക്ക് മനസ്സിലായി. നീനി ആരു നന്നുള്ളിയാകെ ഹിതിരുകൊണ്ട ബന്ധേ പറ്റുന്ന അത്ര ഉച്ചത്തിൽ ദേഷ്യം സംഭരിച്ചുകൊണ്ട് തന്നെ രാഘവേന്ദ്ര മുന്നിൽ നിൽക്കുന്ന രൂപത്തോട് കന്നഡയിൽ ചോദിച്ചു. ഓഹ് കന്നഡ, എനിക്ക് കന്നഡ ഗൊത്തില്ലണം അവനെ. ഒട്ടും അറിയില്ല. ഉനക്ക് തമിഴ് തെറിയുമാ? എനക്കത് കൊഞ്ചം കൊഞ്ചം തെറിയും കണ്ണ്. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? മലയാളത്തേക്കാൾ എനിക്കെന്തോ ഇംഗ്ലീഷ് ഭാഷയോട് വല്ലാത്ത പ്രേമ. ഏയ് ഡേവിഡ്, ഡു യു നോ കന്നഡ? താളത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു വരുന്നവന്റെ പുറകിലായി മറ്റൊരുവനുള്ള രാഘവേന്ദ്രൻ കണ്ടു. പുറകെ വരുന്നവൻ ആ ചോദ്യത്തിനുള്ളിൽ ചിരിച്ചു കാട്ടി. നമ്മുടെ ഡേവിഡ്. മറനീക്കി മുന്നിലേക്ക് വന്നവന്റെ രൂപം കണ്ട് രാഘവേന്ദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആക്ടർ വൈര്യരുദ്രദേവർമ്മ സാർ, നീങ്ങൾക്കും എനക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല സാർ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ? മലയാളം പറയാനുള്ള ശ്രമം എന്ന വ്യാജേന അയാൾ പിന്നീട് സംസാരിച്ച അത്രയും നല്ല പച്ച മലയാളത്തിൽ തന്നെയാണ്. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കേരളത്തിൽ ജനിച്ചു വളർന്ന രാഘവേന്ദ്രൻ നായർ ജയിൽ റിലീസായ ശേഷം നിന്റെ മറ്റേടത്തെ ഗുണ്ടാ നേതാവ് രാഘവേന്ദ്രയ കന്നഡ കഥ എനിക്ക് കേൾക്കണ്ട. ഏതർ മലയാളം ഓർ ഇംഗ്ലീഷ്, ഇറ്റ്സ് യുവർ ചോയ്സ്. വൈര്യൻ അയാൾക്ക് മുമ്പിൽ വന്നു നിന്നു. മലയാളം മതി സാറേ. ഗുഡ്, then tell me Mr. Raghavendran, what's your problem with me? Why do you target my family? Who gave you the authority to do that? If you answer these questions, I will kill you without hurting you. If you don't answer the questions, മരിക്കുന്നതിന് മുമ്പ് നീ നരകം മുന്നിൽ കാണും. അയാളെ കൊണ്ട് മലയാളം പറയിപ്പിച്ചവൻ ഇംഗ്ലീഷിൽ ചോദിച്ചരങ്ങൾ എഴുതി വിട്ടുകൊണ്ട് ഭയത്താൽ വിളറിവെളുത്ത അയാളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? അറിയാം, വർമ്മ സാറിന്റെ മകൻ. കേട്ടില്ല. വിറച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ വൈര്യൻ ചെവിയിൽ കൈ ചേർത്ത് നാടകീയമായി അല്പം കൂടി കുനിഞ്ഞു നിന്നു. രുദ്രദേവ് വർമ്മ സാറിന്റെ മകൻ വൈര്യ രുദ്രദേവ് വർമ്മ. യമന്റെ കണ്ണുകളിൽ കണ്ണുകൾ ഊന്നി അവന്റെ തന്നെ അർത്ഥം വിവരിക്കുന്ന പോലെ അയാൾ ഭയന്നു പോയിരുന്നു. ഗുഡ്, ഇനി പറ, ഹൗ ഡു യു നോസ്? എന്നൊന്നും ചെയ്യരുത്. സാറിന്റെ അച്ഛനുമായിട്ട് പണ്ടൊന്ന് കൊമ്പോർത്തിന്റെ ഫലമാ 5 കൊല്ലം ഞാൻ ജയിലിൽ കിടന്ന്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് എന്നെ വേട്ടയാടി. കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാ കർണാടകയിലേക്ക് നാടുവിട്ട്. ഇവിടെ 20 വർഷക്കാലം ഓരോ നേതാക്കന്മാരുടെ കീഴിൽ ഗുണ്ടാപ്പണി എടുത്തിട്ടാ ഇന്നത്തെ രാഘവേന്ദ്രയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് നിഴൽവട്ടത്ത് പോലും വരില്ലായിരുന്നു സാർ. അയാൾ ആ കസേരയിൽ നിന്ന് പിടഞ്ഞുകൊണ്ട് കരയുമ്പോൾ ആ കണ്ണുകളിൽ കണ്ണു നീണ്ട പകരം ഒലിച്ചിറങ്ങിയത് വർമ്മ കുടുംബത്തോടുള്ള ഭയമായിരുന്നു. സ്റ്റോപ്പ് യുവർ ഡർട്ടി ഡ്രാമ, യു ബാസ്റ്റർഡ്. അയാളുടെ നെഞ്ചിലേക്ക് വൈരും വലങ്കാർ ഉയർത്തി ആഞ്ഞു ചവിട്ടി. ഇരുന്ന പോലെ തന്നെ അയാൾക്ക് ദൂരേക്ക് തെറിച്ചു വീഴുമ്പോൾ ആ കസേര പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. രാഘവേന്ദ്രയുടെ നിലവിളി ആ ഇരുട്ടുമുറിയിൽ പുറലോകം കാണാതെ വീർപ്പുമുട്ടി. എന്റെ കുടുംബത്തിന്റെ നിഴൽവട്ടത്ത് നീ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഫ്യൂ ഡേയ്സ് ബാക്ക് എന്റെ അമ്മയും പെങ്ങളും യാത്ര ചെയ്തിരുന്ന ടാക്സിക്കാരനെ നീയും നിന്റെ മക്കളും ചേർന്ന് അപകടപ്പെടുത്തിയത്? അയാളുടെ മുന്നിൽ വലങ്കാൽ മുട്ടുകുത്തി പാതി നിവർന്ന് വൈര്യൻ പല്ലിയരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ സാറേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. സത്യം, എന്നെ വിശ്വസിക്ക്. ആ കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ അത് വർമ്മ കുടുംബമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിളിച്ചത് ആരാന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും എനിക്ക് സത്യമായിട്ടും അറിയില്ല സാറേ. അയാളെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കേരളത്തിൽ നിന്ന് വരുന്ന കൊട്ടേഷൻ ഞാൻ എടുക്കില്ലെന്ന് പലതവണ അയാളോട് പറഞ്ഞ. പക്ഷേ ചോദിക്കുന്ന കാശ് പ്രതിഫലമായി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു പോയി. നിലത്തേടുന്ന പുറകിലേക്ക് ഇഴയുമ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു.
അയാളുടെ കൈകൾ അപ്പോഴും കസേരയുടെ അവശേഷിപ്പുകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. വേഗത്തിൽ എഴുന്നേറ്റ് നടന്നിയെന്ന് വൈരിൻ അയാളെ ഷർട്ടിന്റെ കോളിൽ തൂക്കിയെടുത്തുയർത്തി. നീ ആവശ്യപ്പെടുന്ന പ്രതിഫലം ആര് തന്നാലും എന്താണെന്നറിയാൻ നീ അവരെ ഇല്ലാതാക്കാൻ നോക്കൂടാ. പറയലും അയാളുടെ കവിൾ പറയുമാറ് ഓങ്ങി അടിച്ചിരുന്നു വൈരിൻ. പുറത്തേക്ക് ചീറ്റിയ രക്തത്തോടൊപ്പം പല്ലുകൾ ഉൾപ്പെടെ ദൂരേക്ക് തെറിച്ച് വീഴുമ്പോൾ അയാൾ വേദനയിൽ പിടഞ്ഞു. അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ പറഞ്ഞത് സത്യ. അയാൾ ആകെ 2 തവണ എന്നെ വിളിച്ചിട്ടുള്ളൂ. രണ്ടാമത് വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു തന്നു. അവളെ തട്ടിക്കളയാനാ പറഞ്ഞ്. മലയാളിയാണെന്ന് അറിഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാ സാറേ. അപ്പൊ അഡ്വാൻസ് ആയിട്ട് 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ അയച്ചു. കാര്യം കഴിഞ്ഞ ശേഷം 10 കൂടി അയക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. പേരും നാളൊന്നും പറഞ്ഞില്ല സാറേ. അയ്യോ അല്ല, പേരൊന്നും പറഞ്ഞില്ല സാറേ. വർഷങ്ങളായിട്ട് ഞാൻ നേരിട്ട് ഒന്നിനും ഇറങ്ങാറില്ല. എന്റെ കൂടെയുള്ള പിള്ളേരെ ഈ ചെറിയ ചെറിയ കൊട്ടേഷനൊക്കെ എടുക്കുന്നത്. അന്ന ദിവസം ഒരു സ്ഥലക്കച്ചവടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദിവസം കാറിൽ ഞാനുണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ ശേഷം അവളുടെ കൂടെ 2 സ്ത്രീകളെ ഒരു പയ്യനെയും കൂടി കണ്ടപ്പോ സംശയം തീർക്കാൻ ഞാൻ ആ നമ്പറിൽ ഒന്നുകൂടി വിളിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ് കൊല്ലേണ്ടത് ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെയാണെന്നാ. പിന്നെ മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും വേറെ വിഷയമൊന്നുമില്ലാന്നും പറഞ്ഞു. അതുകൊണ്ട് അവർ സഞ്ചരിച്ചിരുന്ന ടാക്സിയിൽ കാറുകൊണ്ട് ശക്തിയായിട്ട് ഇടിച്ച് എല്ലാവർക്കും പരിക്ക് പറ്റുമ്പോ സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി. പൊതുവെ കവർച്ചടക്കുന്ന ഇടായിരുന്നു സാറേ അത്. അത് എന്റെ പിള്ളേർ തന്നെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് കേസൊക്കെ ഞങ്ങൾ ഒതുക്കി തീർക്കാറാ പതിവ്. ഇതും അങ്ങനെ തീർക്കാന്ന് കരുതി. അത്രയും കേട്ടപ്പോൾ തന്നെ വൈനിലെ അസ്വസ്ഥത പ്രകടമായി തുടങ്ങിയിരുന്നു. ഡേവിഡ് ഒരു അമ്പരപ്പോടെയാണ് കേട്ടുനിന്ന്. വാമിയുടെയും അഞ്ജലിയുടെയും ദേവികയുടെയും മുഖങ്ങൾ ഇരുവരുടെയും മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അന്ന് വണ്ടിയിലുണ്ടായിരുന്ന ആരെയാ നീ ടാർഗറ്റ് ചെയ്തിരുന്നത്? പല്ലിറുമ്മിക്കൊണ്ട് വൈനും ചോദിച്ചു. പേരറിയില്ല സാറേ, എനിക്ക് ആ പെണ്ണിനെ മുമ്പ് കണ്ട പരിചയമില്ല. പക്ഷെ ടാക്സി മരത്തിലിടിച്ച് ആക്സിഡന്റ് ആയപ്പോ അവളെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തിയതാ. പെട്ടെന്ന് ആ പുറകിൽ നിന്ന് ടൂറിസ്റ്റ് ബസ് ഓൺ മുഴക്കി നിർത്തിയത്. പാട്ടും കൂത്തും ബഹളം കേട്ടപ്പോ ബസ്സിന്റെ അകത്ത് നിറയെ ആളുകളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോയി. തിരിച്ചു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനും സംശയം പറഞ്ഞു. ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ അവനെവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ആ ഫോട്ടോ വെച്ച് അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതും മലയാളത്തിലെ പുതുമുഖ നടി അഞ്ജലി ദേവനാണെന്ന്. കൂടെ അഭിനയിച്ചിരിക്കുന്ന സാറിനെ കണ്ടു മുതൽ എൻ്റെ കൈയും കാലും വറക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച് ഭയന്നിട്ടാ കാട്ടിലുള്ള എൻ്റെ ഒളിത്താവളത്തിൽ ഞാൻ അഭയം പ്രാപിച്ച്. പക്ഷെ അവിടെ കയറി വന്ന് സാറിനെ തൂക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവസാനം അയാൾ തൊഴിലാളികളോട് പറഞ്ഞു നിർത്തി. അപ്പൊ നിനക്ക് അറിയാമായിരുന്നു നീ തൊട്ട് കളിച്ച രുദ്രദേവർമ്മയുടെ ഫാമിലിയാണെന്ന്, അല്ലേടാ? പറയിൽ ഒരിക്കൽ കൂടി ഓങ്ങിയടിച്ച് വൈരിനയാള്. നിലത്തേക്ക് വീണ അയാൾ വേദനയിൽ പിടയുമ്പോൾ ഉത്തരമില്ലാത്ത ആ ചോദ്യം അവന്റെ ഉള്ളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. ആര്? എന്തിന്? വൈൻ സർ, അഞ്ജലി മേഡത്തെ കൊല്ലാൻ നോക്കണമെങ്കിൽ അതൊരു പക്ഷെ ഫിലിം ഫീൽഡിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. കാരണം ഒറ്റ സിനിമ കൊണ്ട് തന്നെ അഞ്ജലി മേഡം അറിയപ്പെടുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞു. മേഡത്തിന്റെ ഉയർച്ച ആഗ്രഹിക്കാത്ത ആരെങ്കിലും ചെയ്തായിരിക്കില്ലേ? ഡേവിഡ് സംശയരൂപേണ ചോദിച്ചു. യെസ്, മേ ബി സോ. ഡേവിഡ്, ഇവന്റെ കയ്യും കാലം തല്ലിയൊടിച്ചേക്ക്. ഇവനിനി എഴുന്നേറ്റ് നടക്കരുത്. അത് ഞാൻ ചെയ്തോളാം സാർ. സാറ് പോയി കാറിൽ വെയിറ്റ് ചെയ്തോളൂ. പെട്ടെന്ന് തീർത്ത് ഞാൻ വേഗം തീക്കാം. ഒരു ചിരിയോടെയുള്ള ഡേവിഡിന്റെ പറച്ചിൽ കേട്ട് പുഞ്ചിരിച്ച് അവൻ 1-2 ചൂടുകൾ മുന്നോട്ട് വെച്ച ശേഷം നിന്നു. വേഗത്തിൽ പിന്തിരിഞ്ഞു നോക്കിയ ശേഷം വൈരിൻ ഡേവിഡിനെ തടഞ്ഞു. ഏയ് വെയിറ്റ്. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒരിക്കൽ കൂടി രാഘവേന്ദ്രന്റെ അടുത്തേക്ക് നടന്നു. അയാൾ നിന്നെ 2 തവണ വിളിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നീ അയാളുടെ 2 കൊട്ടേഷനുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ആദ്യത്തേതാരാ? നിലത്ത് കിടന്ന് പിടയുന്നവൻ ഒരിക്കൽ കൂടി ഭയത്തോടെ വൈരിനെ നോക്കി. അവന്റെ മുഖത്ത് എറിയുന്ന രൗദ്രഭാവത്തിന് മുന്നിൽ അയാൾ ഭയത്തോടെ മുഖം വെട്ടിച്ചു. ആഞ്ഞൊരു തൊഴിയായിരുന്നു അയാളുടെ മുതുകിൽ. ആ ഒറ്റ തൊഴിയിൽ അയാൾ നിരങ്ങി കഷ്ടപ്പെട്ട് ചുമരിലേക്ക് ചാരിയിരുന്നു. ഞാൻ പറയാം സാർ. അത് 3 വർഷം മുമ്പാണ് സാർ. ഓരോ തവണ വിളിക്കുമ്പോൾ ഓരോ നമ്പരായിരിക്കും. കാര്യം കഴിഞ്ഞാൽ പിന്നീട് ആ നമ്പറിൽ അയാളെ കിട്ടാറില്ല. ആദ്യത്തെ കേരളത്തിലായിരുന്നു ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ ആവുന്നതും പറഞ്ഞ. അന്ന് എൻ്റെ അക്കൗണ്ടിൽ വന്ന 50 ലക്ഷം അതൊരു പെൺകുട്ടിക്ക് വേണ്ടി. പക്ഷെ അവളാരാണെന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. ലൊക്കേഷൻ മാത്രം പറഞ്ഞു തന്നു. അന്നും എൻ്റെ പിള്ളേരാ പോയത്. അത്രയും വലിയൊരു തുകയുടെ ഡീലായതുകൊണ്ട് ഞാൻ മറ്റൊരു വണ്ടിയിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ടു. പെട്ടെന്ന് പർദ്ധരിച്ചൊരു സ്ത്രീ ഞങ്ങൾക്ക് അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളെ ചൂണ്ടിക്കാണിച്ചു തന്നു. ആ പെൺകുട്ടി അവന്മാർ പൊക്കിയെന്ന് ഉറപ്പുവരുത്തി ഞാൻ അവിടെ തിരിച്ചുപോയി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ടെൻഷൻ അടിച്ച സംഭവം വേറെ ഉണ്ടായിട്ടില്ല. വൈരിന്റെ ഭാവം മാറി. ആരായിരുന്നു അവൾ? നീ കണ്ടവളെ? പറ, നീ കണ്ടോ? കണ്ടു. ഒരു കറുത്ത ചുരിദാറായിരുന്ന പെൺകുട്ടി ഞാൻ ധരിച്ചിരുന്നു. സുന്ദരിയായൊരു പെൺകുട്ടി. അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ പിള്ളേരിൽ തന്നെ എന്നെ വിളിച്ചു. അവൾ കുറച്ച് സീനാണെന്നും അവന്മാർക്കിട്ട് അവൾ പൊട്ടിച്ചെന്നും പറഞ്ഞു. അതോടെ പിള്ളേർക്ക് വാശി കയറി. അവന്മാർക്ക് അവൾ ആ രാത്രിയിലേക്ക് പിച്ച് ചിന്താൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൾ അവർ തീർക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു.
പക്ഷേ രാവിലെ എനിക്കൊരു കോൾ വന്നു, അതും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അവരെയും പെണ്ണിനെയും പോലീസ് പൊക്കിയെന്നും പറഞ്ഞ്. ആദ്യം ഞാനൊന്നും ഭയന്നു. പക്ഷെ കേസ് ആ പെണ്ണിനും എതിരായിരുന്നു. പിന്നെ ആ കേസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. കാറിൽ കിടന്ന 5 പുരുഷന്മാരുടെ അടുത്ത് മദ്യപിച്ച് ലക്കേട്ട പെൺകുട്ടിയെ അവസാനം അവിടെ തന്ത കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് മാത്രം കേസൊന്നും കൂടെ ആ പോലീസ് വിട്ടയച്ചു. അവളെ അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. എൻ്റെ പിള്ളേര് ബലമായിട്ട് അവളെ കുടിപ്പിച്ചതാ. അതൊന്നും പോലീസിനന്ന് മനസ്സിലായില്ല. ഭാഗ്യത്തിന് അതങ്ങനെ കഴിഞ്ഞു. എങ്കിലും അവന്മാരെ തിരികെറക്കാമെന്ന് ഞാൻ കുറേ പണം വാരി എറിഞ്ഞു. പെണ്ണിൻ്റെ വീട്ടുകാർ പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേസിൽ നിന്ന് ഞങ്ങൾ ഊരി. 50 ലക്ഷം രൂപ തന്ന കുന്നുകളെ മാത്രം ശത്രുത ആ നരന്ത് പെണ്ണിനോട് അയാൾക്ക് എങ്ങനെ ഉണ്ടായിന്ന് ഞാനന്ന് ആലോചിച്ചതാ. ആ പെൺകൊച്ച് ഏതോ സിനിമാ നടനോട് പ്രേമം മൂത്ത് വീട്ടുകാരോട് പോലും പറയാതെ അവനെ കാണാൻ രാത്രി ഒറ്റക്കവിടെ വന്നാണെന്ന് പോലീസുകാർ തമ്മിൽ പറയുന്നത് കേട്ടു. വൈരിന്റെ ഹൃദയതാളം ഉച്ചസ്ഥായിൽ മിടിക്കാൻ തുടങ്ങി. താൻ ചിന്തിക്കുന്ന ആവരുത് ഇയാൾ പറയാൻ പോകുന്നതെന്ന് അവൻ ആഗ്രഹിച്ചു പോയി. വൈരിന്റെ ദേഹം വിറച്ചു. ഒരു ഭ്രാന്തിനെ പോലെ അവൻ അലറി. ആരാവള്? എവിടെയാ അവള് വന്ന്? ചുമൽ ചാരിയിരുന്നവന്റെ അടിനാഭി നോക്കി ആ പലകുറി തൊഴിച്ചു. അയാളുടെ നിലവിളി അവിടെ മാകം മുഴങ്ങി. അയ്യോ, എന്നത് കയ്യിൽ, അയ്യോ, ഞാൻ പറയാം. തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിൽ ആ ലൊക്കേഷനിലായിരിക്കും. എനിക്ക് വേറൊന്നും അറിയില്ല സാറേ, സത്യ. നെഞ്ചു പൊട്ടുന്ന വേദനയിൽ വൈരിൻ അലറി. പറയടാ, നിനക്കറിയാം, സത്യം പറയടാ. അത് അവള് 3 വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടു സാറേ. ആ ടാക്സി കാറിലേക്ക് ഞങ്ങൾ വണ്ടി ഇടിക്കുമ്പോൾ അവളവിടെ റോഡിലുണ്ടായിരുന്നു. ഒരു യൂണിഫോമിലായിരുന്നു അവള്. അത് പറഞ്ഞത് അയാളുടെ കണ്ണുകൾ മുകളിലേക്ക് മറഞ്ഞു. അയാളുടെ ബോധം മറഞ്ഞു. ഡേവിഡ് അറിയാതെ പറഞ്ഞുപോയി. കേട്ടതും വൈരി ഞെട്ടലോടെ ഡേവിഡ് തിരിഞ്ഞു നോക്കി. അപ്പൊ 3 വർഷം മുമ്പ് സാറിന് മെസ്സേജ് അയച്ചിരുന്ന ആ പെൺകുട്ടി ഏകയാണോ? ഡെവി, നിന്റെ ഫോണിൽ അവിടെ ഫോട്ടോ ഉണ്ടോ? വേഗം എടുക്ക് പ്ലീസ്, വേഗം എടുക്ക് ഡെവി. ഒരു ഭ്രാന്തനെ പോലെ അക്ഷമനായി വെപ്രാളപ്പെടുന്ന വൈരിനെ നോക്കിക്കൊണ്ട് തന്നെ ഡേവിഡ് തന്റെ ഫോൺ കയ്യിലെടുത്ത് പരിശോധിച്ചു. മുൻപെപ്പോഴോ താൻ എടുത്തൊരു സെൽഫിയിൽ അറിയാതെ അവളും പെട്ടിരുന്നു. ആ ഫോട്ടോ ഡേവിഡ് വൈരിന് നേരെ നീട്ടി. അത് വാങ്ങി വൈരിനെ അയാൾക്കടുത്തേക്ക് കുതിച്ചു. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന രാഘവേന്ദ്രന്റെ കവിളിൽ ശക്തിയിൽ അടിച്ചുകൊണ്ട് ആ ഫോൺ അയാൾക്ക് നേരെ പിടിച്ചുകൊണ്ട് അലറി അവൻ. നോക്ക്, ഇവളാണോ നോക്ക്. ഓപ്പൺ യുവർ ഐസ് യു. സർ സർ പ്ലീസ് വെയിറ്റ്, ഞാൻ നോക്കട്ടെ. ഡേവിഡ് ഓടിച്ചെന്ന് അയാളുടെ കഴുത്തിലും കയ്യിലും പിടിച്ച് പൾസ് പരിശോധിച്ചു. ശേഷം മൂക്കിലൂടെ ശ്വാസം ഉണ്ടോ നോക്കി മരണം ഉറപ്പുവരുത്തി. കാര്യം മനസ്സിലായതും ഒന്നും പറയാതെ വൈരിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഡേവിഡ്. സർ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്ന കേൾക്ക്. സാർ കാറിലേക്ക് പോ. നോ ഡേവിഡ്, എനിക്കറിയണം. നീയൊക്കെ അവളെ എന്താണാ ചെയ്തത്? മരിച്ചിറക്കുന്ന അയാളുടെ ശരീരത്തെ അവൻ വീണ്ടും വീണ്ടും തൊഴിച്ചുകൊണ്ടിരുന്നു. സർ, അയാൾ പറയില്ല, അവൻ ചത്തു. എന്റെ കൂടെ വരൂ സർ പ്ലീസ്. നിലത്തെടുക്കുന്ന അയാളൊന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നവൻ വെറിയടങ്ങാത്ത മൃഗത്തെ പോലെ പാഞ്ഞു വന്ന് വീണ്ടും വീണ്ടും അയാളുടെ വയറിൽ തൊഴിച്ചുകൊണ്ടിരുന്നു. ഡേവിഡ് വല്ല വിധേനയും വയറിനെ പുറത്തേക്ക് ഇറക്കി കാറിൽ കൊണ്ടിരുത്തി. കയ്യിൽ നിന്ന് തന്നെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നറിയെ ഡേവിഡ് ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. സർ, എന്റെ ചെക്കനോട് ഡെവി. മുരളും പോലെയുള്ള രുദ്രദേവ് വർമ്മയുടെ സ്വരം ഡേവിഡിന്റെ കാതിലേക്ക് തുളഞ്ഞു കയറി. വല്ലവിധനെയും കാറിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് സർ. എന്താണ് സ്റ്റാറ്റസ്? അവൻ ചത്തു. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല സർ, അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേനെ. എന്നെ അതിനെ അനുവദിച്ചില്ല. കയ്യും കാലം തല്ലുപിടിക്കാൻ പറഞ്ഞ ശേഷം കാറിലേക്ക് വന്നു ഞാൻ. പക്ഷെ അപ്പോഴേക്കും ഒരു പഴയ കേസ് കൂടി ഇടയിൽ വന്നു. അതോടെ വൈദ്യ സാറിന്റെ കൺട്രോൾ പോയി. എല്ലാം കയ്യിൽ നിന്ന് പോയി. അവൻ ചത്തു. എന്റെ ചെക്കൻ്റെ ദേഹത്ത് അവൻ തൊട്ടോടാ. ഏയ്, ആ നടക്കൂ സർ. ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻഡ്. എന്നാ നിങ്ങൾ വിട്ടോ. 10 മിനിറ്റിനുള്ളിൽ എൻ്റെ ആൾക്കാർ അവിടെ എത്തും. ആ ബോഡി നശിക്കുന്ന കാഴ്ച നീയും താങ്ങില്ല. സോ പോയിക്കോ. സർ, മറ്റേ കുട്ടി ആരാന്നറിഞ്ഞു? 3 വർഷം മുമ്പ് സാറിന് മെസ്സേജ് അയച്ചിരുന്ന ആ കുട്ടിയാ. വാട്ട്? ആദ്യം ഞെട്ടിയെങ്കിലും ഒട്ടൊരു മൗനത്തിന് ശേഷം അയാൾ തുടർന്നു. ഓക്കെ ദെൻ, ഷൂട്ട് കഴിഞ്ഞ ഉടനെ നാട്ടിലെത്തണം. ഇന്ന് രാത്രി ഞാൻ നിന്നെ വിളിക്കാം. കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ എനിക്കറിയണം ഡേവിഡ്. ഇപ്പൊ നിങ്ങൾ വിട്ടോ. ഓക്കെ സർ. അവരുടെ കാർ അവിടുന്ന് വേഗത്തിൽ പോകുമ്പോൾ മറ്റൊരു വാഹനം ആ ഗോഡൌൺ ലക്ഷ്യമാക്കി വരുന്ന ഡേവിഡ് കണ്ടു. രാഘവേന്ദ്രയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വന്നവർ. 3-4 ദിവസമായി വീട്ടിൽ തന്നെയാണ് ഏക. ഋതുവാദ്രിയും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഏക വീട്ടിൽ ഒറ്റക്കാണ്. നാട്ടിലെ വീട് പോലെയല്ലല്ലോ, ഇറങ്ങി നടക്കാനൊന്നും സൗകര്യങ്ങൾ തീരെ ഇല്ലാത്തൊരിടം. കയ്യിൽ മൊബൈൽ ഫോണില്ലാതെ 2 ദിവസം ഒത്തിരി കഷ്ടപ്പെട്ടു അവൾ. അവസാനം വരുണിന്റെ കയ്യിൽ നിന്ന് പഴയൊരു ഫോൺ വാങ്ങി ഋതു ഏകക്ക് കൊടുത്തു. അതിൽ വൈരിന്റെ തന്നെ മൂവികൾ മടുക്കാതെ കണ്ടുകൊണ്ട് സമയം തള്ളി നീക്കിയവൾ. പരിക്കുകൾ വകവെക്കാതെ ഡ്യൂട്ടിയിൽ കയറണമെന്ന് വൈരിന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും പിറ്റേ ദിവസം ഡേവിഡ് നേരിട്ട് വന്ന ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ ഏകയോട് പറയുകയായിരുന്നു. ഓരോ തവണ വൈരിനുമായി വഴക്കുണ്ടാക്കുമ്പോഴും അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചിരുന്നു.
എങ്കിൽ കൂടിയും സമയം പിന്നിടുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലെ താൻ പിന്നെയും തന്റെ ക്രഷ് എന്നുള്ള മന്ത്രവും പറഞ്ഞിരിക്കുകയാണെന്ന നഗ്നസത്യം അവൾ മനസ്സിലാക്കി. വൈരിൻ എന്ന അധ്യായം അങ്ങനെ ഇങ്ങനെയൊന്നും താൻ ക്ലോസില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ വ്യക്തിയിൽ, ആ പേരിൽ താൻ അത്രമാത്രം അടിമപ്പെട്ടിരിക്കുന്നു. അഞ്ജലിയുമായുള്ള അവന്റെ ലിപ് കിസ് സീൻ ഫോണിൽ കണ്ടതും അവൾ അതിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. ആക്ടിംഗ് ആണെന്ന് ഒരിക്കലും പറയില്ല. അവന്റെ ആ കറുത്ത കണ്ണിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വശ്യമാർന്ന ഭാവം താൻ ഇതുവരെ നേരിൽ കാണാൻ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ട് മുന്നിൽ നിൽക്കുന്ന നടിയൊന്ന് വരച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സീൻ അഭിനയിച്ച അഞ്ജലി എങ്ങനെയായിരിക്കും പിടിച്ചു നിന്നിട്ടുണ്ടാവുക? ശരിയാ, താൻ എന്തൊരു വണ്ടിയാ. അവനവിടെ ലൈഫ് പാർട്ണർ ആവാൻ പോകുന്നവരാണ്. അവർ തമ്മിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടാവാതിരിക്കുമോ? അതുകൊണ്ടാവുമല്ലോ ഈ സോങ്ങിലുള്ള ബെഡ്റൂം സീൻ അത്രയ്ക്ക് മനോഹരമായിട്ട് അവർ അഭിനയിച്ചത്. പഴയ ആ കൊച്ചു പെൺകുട്ടി താനാണെന്നും 3 വർഷം മുമ്പ് താൻ ഒത്തിരി മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്നും ഞാൻ നിങ്ങളുടെ ഫാനാണെന്നും നിങ്ങളാണ് ഏകയുടെ ആദ്യത്തെ കൃഷി എന്നൊക്കെ പറയാൻ എന്തുകൊണ്ടാണ് തനിക്ക് കഴിയാത്തത്? ഇഷ്ടപ്പെട്ട നടനെ കാണുമ്പോൾ എല്ലാ പെൺകുട്ടികളും പറയാറുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ? പറയുമായിരുന്നു, ഒരുപക്ഷെ തങ്ങൾ പരിചയപ്പെടാനുള്ള സാഹചര്യം ഇതായിരുന്നില്ലെങ്കിൽ. ഓരോ കൂടിക്കാഴ്ചയിലും തന്നെ വെറുപ്പിലേക്ക് നയിക്കുന്നവന്റെ പ്രവൃത്തികൾ കാരണം ഇതൊക്കെ തുറന്നു പറയാൻ തന്റെ ഈഗോ തന്നെ അനുവദിക്കുന്നില്ല. അവന്റെ മുന്നിൽ ചെറുതാവാൻ താൻ ഇനി ഒരിക്കലും താല്പര്യപ്പെടുന്നുമില്ല. ഓർമ്മയുടെ പടുകുഴിയിൽ കൂപ്പുകുത്തിയേക പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുമ്പോഴാണ് സ്വഭാവത്തിലേക്ക് തിരികെ എത്തിയത്. ദിവസങ്ങൾക്ക് ശേഷം ഡേവിഡിന്റെ കോൾ വന്നു. ഏകയുടെ മുഖമൊന്ന് വിടർന്നു. ഹലോ ഡേവി. ഡോ, താനിതെവിടെയാ? താൻ ഓക്കെ ആണോ? ഓക്കെ അല്ലടാ, നല്ല വേദനയുണ്ട്, നടു അനക്കാൻ വയ്യ. പിന്നെ ചില്ലിയുടെ മുറികളെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിരാശയും സങ്കടവുമാണ് അവിടെ വാക്കുകളിൽ. ആണോ? ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനാ. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അഞ്ജലി മാമിന്റെ കൂടെ തനിക്കൊന്ന് വരാൻ പറ്റുമോ? ഡേവിഡ് ചോദിച്ച ഏകയുടെ ഭാവം മാറി. ഓ കൊള്ളാം, നല്ല മനുഷ്യപ്പറ്റുള്ള സംസാരം. അതെ, അവളുടെ കാമനോട് പോയി പറ കൂട്ടുപോകാൻ. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ ആവശ്യമില്ലെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റില്ല ഡേവിഡ്, ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഡോ പ്ലീസ്, വാമിക പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. അവൾക്ക് നിന്നെ കാണണമെന്ന്. അവർ തിരികെ പോകും വരെ ഫ്ലൈറ്റിൽ താമസിക്കാന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ വാ, നേരി കണ്ട് സംസാരിച്ച ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. യൂണിഫോം ഒന്നും വേണ്ട പ്ലീസ് ഏക. ഏറെ നേരം അവൾ മൗനം പൂണ്ടു. എങ്ങനെയും അവളെ ഫ്ലാറ്റിൽ എത്തിക്കാൻ ശ്രമിക്കാൻ ഡേവിഡ്. അല്ലാതെ വൈദ്യുതി നിന്നെ കാണാൻ കൊതിയാവുന്നെന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. അവളൊന്ന് ഇരുത്തി മൂളി ഫോൺ കട്ട് ചെയ്തു. സർ, വൈദ്യൻ സർ. കണ്ണുകളടച്ച് സീരിയൽ ചാരിക്കുന്ന ഡേവിഡ് വിളിച്ചു. യെസ് ഡേവി. അവൾ വരും. വന്നിട്ടെന്തിനാ? ഗൗരവത്തോടെ ചോദിക്കുമ്പോഴും ഏകയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ അവനെ ചുട്ടുപൊളിച്ചുകൊണ്ടിരുന്നു. ഒന്ന് നേരിട്ട് സംസാരിക്കണം സർ, അപ്പം മനസ്സൊന്ന് ശാന്താവും. എന്ത് ചോദിക്കാനാണോ ഞാൻ അവളോട്? ഏത് മുഖം വെച്ച് ഞാൻ ചോദിക്കണം? ഞാൻ കാരണം അവളാം രാഘവേന്ദ്ര പറഞ്ഞ രാത്രി താൻ കാരണം അവൾ അനുഭവിക്കാനിടയായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അവളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് എങ്ങനെയാണ്? സർ, അങ്ങനെയൊന്നും ഉണ്ടായിക്കാണില്ല. അവൾ അവന്മാർക്കിട്ട് കൊടുത്തു എന്നല്ലേ അയാൾ പറഞ്ഞ്. അവളൊരു സ്ട്രോങ് ഗേളാണ് സർ. യെസ് ഡേവി, ഷീസ് എ സ്ട്രോങ് ഗേൾ. പക്ഷെ നീ കേട്ടില്ലേ, 5 പുരുഷന്മാർക്കൊപ്പം മദ്യപിച്ച് ലക്കേട്ട അവസ്ഥയിലായിരുന്നു അവള്. ആ സമയം അവൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അവളൊരു സ്ട്രോങ് ഗേൾ ആയതുകൊണ്ട് മെന്റലി അവൾ റിക്കവർ ആയതാവാം. ബട്ട് ഞാനോ? എല്ലാം ഞാൻ കാരണമല്ലേ? ഒരേ ഒരു തവണയിൽ തിരികെ ഒരു മെസ്സേജ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് പകരം ഞാൻ കൂടി അതൊക്കെ എൻജോയ് ചെയ്തു പോയി ഡേവിഡ്. അവൻ വീണ്ടും സീറ്റിലേക്ക് തന്നെ ചാരി കണ്ണുകൾ മുറുക്കി അടച്ചു. മനസ്സ് കുറ്റബോധം കൊണ്ട് പൊള്ളിപ്പിടുമ്പോഴും ഏകയുടെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ സർ. അങ്ങനെ ഓർത്ത സാധനം മെസ്സേജ് അയക്കുന്ന എത്രയോ പെൺകുട്ടികൾ വേറെയുണ്ട്. അവരോരോരുത്തരെയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? വൈൻ സർ, ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. അന്നത്തെ കേസ് ഡീറ്റെയിൽസ് അവിടെ കാണാതിരിക്കില്ല. FIR എഴുതിയിലും കൂടി ആർക്കെങ്കിലും ആ സംഭവം ഓർമ്മയിലുണ്ടാവുമല്ലോ. നോ 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 നോ, ഇനിയൊന്നും വളഞ്ഞ വഴിയെ വേണ്ട ഡേവിഡ്. എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് തിരികെ പോകണം. അതുവരെ അവൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ടാവണം. ഇനി അവൾക്കോ എൻ്റെ ഫാമിലിക്കോ ഒരു പോറൽ പോലും ആരെങ്കിലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഉറപ്പോടെ പറയുമ്പോഴും മനസ്സിലെ കണക്കൂട്ടുകളുടെ വേഗത എടുത്തു കാട്ടും പോലെ അവൻ്റെ അടഞ്ഞ കൺപോളകൾ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. അവളെ മെരിക്കാൻ കുറച്ച് പാടാ സാറേ. ഫ്ലാറ്റിൽ വന്ന് വെറുതെ നിൽക്കില്ല അവള്. ചുമ്മാ കൂടെ നിർത്തിയാൽ സംശയം തോന്നി വലിച്ചിട്ട് പോകുന്ന കക്ഷിയാ. എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിക്കാതെ കാര്യം നടക്കില്ല. ഡേവിഡ് ഒരു ചിരിയോടെ പറഞ്ഞു. അവൾക്കുള്ള ഡ്യൂട്ടി അത് ഞാൻ കൊടുത്തോളാം. എല്ലാം മാറിക്കെട്ടി ഫ്ലാറ്റിലേക്ക് വരാൻ പറ അവളോട്. ദേവികമ്മ ചോദിച്ചാൽ എന്തു പറയും സാർ? ദാറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ ഡേവിഡ്. ഐ വാണ്ട് ഹർ വിത്ത് മീ ഫോർ എവർ അല്ലേ സാർ? ഡേവിഡ് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. നോ, ഐ നീഡ് ഹർ ഫോർ എ വൈൽ. നേരത്തെ ഒരു ചിരിയോടെ വൈനും പറയുമ്പോൾ ഒന്നിരുത്തി മൂളി ഡേവിഡ്. എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. ഏക തിരികെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.